ചൈന, കക്ക, പാൻ മസാല, മിഡാസോളം, കീറ്റമിൻ, ഫെൻഡാനിൽ ഇവ നിങ്ങളെ രോഗിയാക്കും. മാറാരോഗി. സമയം രാവിലെ 4 മണി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുന്നിൽ നിന്നും. हेलो संश्लिष्ट जी। ഹലോ, സമയം എത്രയായി? എൻ്റെ പഠിച്ചവനെ 4 മണി ആയിട്ടേ ഉള്ളൂ. എൻ്റെ പൊന്നും മൃദുൽ ഡോക്ടറെ, ഇനി 4 മണിക്കൂറുണ്ട് ഓട്ടി തുറക്കാൻ. ഡോക്ടർ ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ? ഹലോ സിസ്റ്റർ ജി, വെക്കല്ലേ. ഇതെന്താ ഊട്ടിന്റെ അടുത്തൊരു നീങ്ങുന്ന പച്ച പിടിച്ചോ, ഒരു അനക്കോ? എന്താ? ആ അതോ, അതാ ടേബിൾ ഫോറിലേക്ക് ഇൻഫ്യൂഷൻ പമ്പ് ചാർജ് ചെയ്യാൻ കൊണ്ടുവന്നിരുന്നു. ആ മാഡം, ഈ കേസിന് ജിയെ വിത്ത് എപ്പിഡ്യൂറലാ ഉദ്ദേശിക്കുന്നത്? ഈ കേസിന് ജിയെ വേണോ എപ്പിഡ്യൂറൽ വേണോ അല്ലെങ്കിൽ കേസ് തന്നെ വേണമെന്ന് ഞാൻ തീരുമാനിക്കും. ഈ അങ്ങോട്ട് മാറി വരും. റെഡിയല്ലേ? നീ പോയി ചായ കുടിക്കും, അല്ലെങ്കിൽ വേണ്ട, നീ ഇൻക്യുബേറ്റ് ചെയ്തിട്ട് പോയാ മതി. ആ JR3 പ്രീ ഓക്സിഡൻസ് ചെയ്തോ. മാഡം, ഞാൻ എന്നാൽ ഇൻഡോസ് ചെയ്തിട്ട് പിന്നെ എപ്പിഡ്യൂറിന് വാഷ് ചെയ്തിട്ട് പിന്നെ അതും കഴിഞ്ഞ് സെൻട്രലിന് വാഷ് ചെയ്താൽ വേണം. അത്രയൊക്കെ വേണോ? ആ എങ്കിൽ വാഷ് ചെയ്തോ. എന്റെ മോനെ, ഞാനേ ഇന്ന് രാവിലെ അതിന്റെ ലൈഫ് ബോയ് സോപ്പ് ഇട്ട് സ്ക്രബും ചെയ്ത് കുളിച്ചൊരുങ്ങി വന്നേക്കുന്ന ഈ സെൻട്രൽ ലൈൻ ഇടാൻ വേണ്ടിയാ. സെൻട്രൽ ലൈനൊക്കെ വേണം മാഡം, അതിന്റെ ഇൻഡിക്കേഷൻ ഒക്കെ ഉണ്ടോ? അപ്പൊ പറയും, വാട്ട് ആർ ദ ഇൻഡിക്കേഷൻസ് ഫോർ സെൻട്രൽ ലൈൻ? നീ പറയും ഇൻഡിക്കേഷൻ എന്താ? JR1 ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് യഥാർത്ഥ ഹീറോസ് ജനിക്കുന്നത്. ഒരു സംശയം, ഈ ET ട്യൂബില് എന്ന് പറഞ്ഞ സാധനം ഈസോഫേഗസ് അല്ലേ? എന്താ സോപ്പ് ട്യൂബ് അറിയാതെ ഒരു JR ഇപ്പോ ചായ കുടിക്കും. അപ്പൊ ഞാൻ ചെയ്തോളാം. ഇപ്പോ കുഴപ്പമില്ല, ഇപ്പോ ട്യൂബ് തരൂ. ട്യൂബ് തരിടാ. വെന്റിലേറ്റിംഗ്. സ്റ്റെപ്പ് കീഴിലാണല്ലേ, ചെവിയിലാണല്ലേ? ഓക്കെ. ഫ്ലോർ JR2. എത്ര നേരായി? ഇവരൊക്കെ എവിടെയാ? ആ ഡോർ തുറന്നോ. എത്ര സമയം എടുക്കും പ്രൊസീജിയർ? മാഡം, ഞാൻ ക്ലാസ്സിലോട്ട് പോവാണ് മാഡം. ടോപ്പിക് എന്താ? ടോപ്പിക് സുനിത് സാറിന്റെ FIOS ക്ലാസ്. പോയിക്കോ, സമയമല്ലോ. ആ
മകരശ്രീ, എനിക്ക് ഓഫീസിൽ പോകുന്നുണ്ട്. ഇവിടെ നിന്റെ ടേബിൾ കഴിഞ്ഞതല്ലേ? ആ, അപ്പൊ പിന്നെ എനിക്ക് ഓഫീസിൽ പോകുന്നുണ്ട്. ഇവിടെ കയ്യാറായി, ക്ലോഷർ ആണ്. ASC 1 പേഷ്യന്റ് ആണ്, സ്റ്റേബിൾ ആണ്. ജസ്റ്റ് ഒന്ന് എക്സ്റ്റുബേറ്റ് ചെയ്തിട്ട് പൊക്കോ കേട്ടോ. ആ, മകരശ്രീ ചേച്ചി എത്തിയല്ലോ. അയ്യോ ചേച്ചി വീട്ടി 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 ഞാൻ മേഡത്തിനെ വിളിച്ചിട്ട് വരാം, ഞാൻ മേഡത്തിനെ വിളിക്കാം. അയ്യോ ചേച്ചി നോർമലായി 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 ചേച്ചി വീട്ടി 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 വീണ്ടും വീട്ടി 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 അടിച്ച് വീട്ടി അടിച്ച് നോർമലായി ചേച്ചി നോർമലായി 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 വീട്ടി അടിച്ച് വീട്ടി 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 നോർമൽ വീട്ടി നോർമൽ വീട്ടി നോർമൽ. ഓ ചേച്ചി പോകുമ്പോൾ ശരിയാവുന്നുണ്ടല്ലോ. ടാപ്നോഗ്രഫി എന്ന് പറയുന്നത് ഇതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുമ്പോൾ ഇതിലെ റേഡിയേഷൻസ് ഇലക്ട്രോമാഗ്നറ്റിക് ആയിട്ട് എമിറ്റ് ചെയ്യും. അത് നമ്മൾ എമിറ്റ് ചെയ്യുന്ന സാധനം നമ്മൾ അബ്സോർബ് ചെയ്തിട്ടാണ് ഇതിന്റെ വർക്കിംഗ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ വലിക്കുന്നല്ലോ, വലിക്കുന്ന വിടുമ്പോൾ എന്താണ് ഓക്സിജൻ പുറത്തോട്ട് പോകുക. ആ ഓക്സിജൻ ഇപ്പോൾ എവിടെ ഉള്ളത്? എർത്തിലല്ലേ? അവിടെ ഇരിക്കും. ആ എർത്തിൽ നിന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സോളാർ സിസ്റ്റത്തിലാണ്. അപ്പൊ അവിടെ നെപ്റ്റ്യൂണിലെത്തി. അപ്പൊ നമ്മളതിന്റെ പേര് എന്ന് പറയുന്നത് FN ഫ്രാക്ഷൻ ഓഫ് O2 എന്ന് നെപ്റ്റ്യൂൺ. ഇവിടുന്ന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ FPO2 ഫ്രാക്ഷൻ ഓഫ് O2 പ്ലൂട്ടോ. പക്ഷെ പ്ലൂട്ടോ ഒക്കെ ഫുൾ ദുരന്തം കേട്ടോ, ഒന്നും സ്കോപ്പും ഇല്ല. പക്ഷെ സ്റ്റാൻഫോർഡിന്റെ പുതിയ ഗൈഡ് ലൈനില് പ്ലൂട്ടോയിലെ PFNOനെ കുറിച്ച് വേറെ എന്തോ പുതിയ ഗൈഡ് ലൈൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഓ ഓക്കെ ഓക്കെ, എല്ലാവരും ഗ്രൂപ്പ് നോക്കി. ഞാൻ ഇപ്പൊ തന്നെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. ടേബിളിൽ വിളിക്കുന്നുണ്ട്. വിളിച്ചു പറ, ഇന്നലെ പഠിച്ചല്ലേ, വിളിച്ചു പറ. ഓ മോനെ ജിന പറ. ക്ലാസ് കഴിഞ്ഞു. അയ്യമ്മ ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്ത് പറ. എന്റെ പൊന്നു സാഹിത്യം, നിനക്ക് ഞാൻ ചാൻസ് തരാം. നീ പറ. സർ, എന്റെ കല്യാണമാണ് ഡിസംബറിൽ. എനിക്ക് ഡ്രസ് എടുക്കാനും ഡിസൈൻ ചെയ്യാനും എല്ലാത്തിനും ഞാൻ മാത്രമേ ഉള്ളൂ. താങ്ക് യു സർ. മോനെ ഗിന പറഞ്ഞു വെക്ക്. Sir, the coefficient of linear expansion is the position of hemoglobin atmosphere. But why? But why? It is linear expansion and underneath the ocean, below the unpresent ocean. But why? But why? സ്വാമിയേട്ടാ, ക്രിക്കറ്റ് എല്ലാം കാണുന്നുണ്ടോ? CSK ആണ് ഒരു തൈര് വരെ എടുത്തേ. ഏറെ കഴിഞ്ഞ പിന്നെ അടുത്ത സൂപ്പർ സ്റ്റാർ ടോവിനോ എന്ന് ഉറപ്പാ. അതിന് ഞങ്ങൾ ഇക്കാച്ച് ചാവും. കുറെ നേരമായല്ലോ, ടേബിളൊന്നും പോകുന്നില്ലേ? ചേച്ചി ഒന്ന് കേക്ക്. കേരളം ലൈഫെല്ലാം ഭയങ്കര കഷ്ടപ്പാടാണ്. ഇല്ലാതെ 2 ASC റിവൈവ് ആയത്, ചിലപ്പോ 3 റിവ്യൂ കൂടെ വരും ബെഡ് സൈഡിൽ. ഇതൊക്കെ എന്താ, ഞങ്ങളൊക്കെ ഫസ്റ്റ് ഇയർ ആയ സമയത്ത് 17 ബെഡ് സൈഡ് PSC വരെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ വീട്ടിൽ 11-12 മണി ആവാണ്ട് പോവാറേ ഇല്ലായിരുന്നു. ശരി ചേച്ചി, ഞാൻ ഇറങ്ങാം. ഇതൊക്കെ ഉണ്ട് സാറേ. ഡിഫിക്കൽട്ട് ടാസ്ക് ഉണ്ട് വേണം. സാറിന് ഡിഫിക്കൽട്ടോ? ഡ്യൂട്ടി ലിസ്റ്റ് ഉണ്ട് നമുക്ക്. അതിന് പുതിയൊരു ഐഡിയ ഉണ്ട്. ഓ, അത്ത ഇത്ത മത്തിപ്പാലം കൊത്തി തിന്നും തത്തമ്മേ താ താ ത. അങ്ങനെ കറക്കാം. ഓ, എന്താ നമുക്ക് ന്യൂറോ സർജറി തന്നെ ആദ്യം ഇടാം. ആയിക്കോട്ടെ. ന്യൂറോ സർജറി 2 എടുക്കാം. ന്യൂറോ സർജറി അല്ലേ സാറേ? ഒരു 3 JR3 2 JR2 ഇടാം. ഒന്നുകൂടെ കറക്കാം. മതി. ഇതെന്താ സാർ? ഇതെന്താ കളി? കൊള്ളാലോ കളി. ഇത് നമ്മൾ ടേബിൾ പോസ്റ്റിംഗ് ഇടുക. ടേബിൾ പോസ്റ്റിങ്ങോ? അത് നമുക്ക് മന്ത്ലി പോസ്റ്റിംഗ് ഒക്കെ ഉള്ളതല്ലേ സാറേ? ഇതൊക്കെ ഒരു മിത്തല്ലേടാ മോനെ. ഇതെന്താ കളി? ഇതെങ്ങനെ ചെയ്യുന്നത്? ഇത് പ്ലാസ്റ്റിക്. സാർ ഇത് കൊള്ളാം സാർ, ഞാൻ കളിച്ചോളാം സാർ, പ്ലീസ് സാർ. അതൊന്നും നീ ആയിട്ടില്ല, അങ്ങ് മാറുന്നു. സാർ ഞാൻ നാളെ കളിക്കും സാർ. അതിനൊന്നും നീ ആയിട്ട്. സാർ സാർ സിമ്പിൾ സാർ, സാർ കറക്കുന്ന അങ്ങനെ അല്ല സാർ, ഞാൻ കറക്കി കാണിച്ചു തരാൻ സാർ. എന്നാ നമുക്കൊരു ചാൻസ് കൊടുക്കാം. ഇങ്ങനെ അല്ലല്ലോ സാറേ. അല്ല സാർ, ഫസ്റ്റ് അല്ലേ സാർ, താ സാർ. ഇപ്പോ എന്താ വേണം?
4 പേര് എൻ്റെ ടേബിളിൽ. എൻ്റെ പൊന്ന് മാഡം, ഇവിടെ കുറേ JR1s വന്നിക്കണു. ഒരാളാണെങ്കിൽ അവിടെ കുളിച്ച് ഒരുങ്ങി ഇന്നലെ തൊട്ട് അൺസ്റ്റൈലായിട്ടിരിക്കണു. വേറൊരാൾ ഗ്ലൗ ഇട്ടിട്ടതാ ഫിംഗർ പ്രിന്റ് വെക്കണു. വേറൊരാളാണെങ്കിൽ ഗ്ലൗ ഇടാണ്ട് എപ്പിഡ്യൂറിൽ ഫില്ല് ചെയ്യണു. ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റിക്കണു. അർജുനെ, ആ സ്പിരിറ്റ് ഇങ്ങെടുത്തേ, ഇവന്മാരൊന്ന് കുളിപ്പിച്ച് കിടത്തണം. പിന്നെ ടേബിളിലോട്ട് പോയി നോക്കട്ടെ. ഹലോ സർ. മോനെ, ആ സർ. സർ, അടുത്ത കേസ് ഒരു കൊടുക്കണം എന്നാ പറയുന്നത് സർ. മോനെ, ഭയവും ടെൻഷനും നമ്മളെ അപകടത്തിലെത്തും. അവർ തിരിച്ചും മറിച്ചും അടുത്ത കേസ് കൊടുക്കാവോ, പുറത്തോട്ട് കൊണ്ട് കിടത്തട്ടെ, എപ്പിഡ്യൂറിൽ ഇട്ട് വെക്കാവോ എന്നൊക്കെ ചോദിക്കും. എന്തൊക്കെ പറഞ്ഞാലും 2 മണിക്ക് ശേഷം ഇൻഡ്യൂസ് ചെയ്യുന്ന പരിപാടിയില്ല. ഒരു കാര്യം ചെയ്യുന്നു, അവിടെ ആരാ ഉള്ളത്? ആ JR1 ഇല്ലേ, നികിത റെഡ്ഡി, അവളെ വിട്ടൊരു കൺസെൻറ്റ്, ഹൈ റിസ്ക് കൺസെൻറ്റ് പറയിപ്പിച്ചിട്ട് അങ്ങ് അൺവില്ലിങ് ആക്കിയേക്ക്. ഓക്കെ സർ. ഓക്കെ. നിക്കി. ചേട്ടാ, നിങ്ങളുടെ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേടിക്കുകയെ വേണ്ട. സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്വാസം കൊടുക്കും, പേഷ്യന്റ് ബലിക്കുകയെ വേണ്ട. നമ്മൾ ശ്വാസം കൊടുക്കും, നമ്മൾ പീച്ചും, പേഷ്യന്റ് ശ്വാസം ബലിക്കും, ശ്വാസം കൊടുക്കും, പീച്ചും, ശ്വാസം കൊടുക്കും, പീച്ചും. നല്ല സൂപ്പർ പരിപാടിയാ ചേട്ടാ, സർജറി സൂപ്പറാ. ഈ ഓപ്പറേഷൻ മൈക്കം കൊടുക്കാൻ ഇത്ര എളുപ്പമുള്ള കാര്യ? സൂപ്പറാ ചേട്ടാ, സൂപ്പറാ. ശ്വാസം എടുക്കണ്ട. മാഡം ആണ് അനസ്തേഷ്യ കൊടുക്കുന്നത്? എന്നാ പിന്നെ എനിക്കൊരു ഓപ്പറേഷൻ മാഡം അനസ്തേഷ്യ തരുമോ? തരാം ചേട്ടാ, തരാം. ഓക്കെയാണ് മാഡം. ഓക്കെ. Is this the way you tell high risk consent? നിങ്ങൾ പേഷ്യന്റിന്റെ ആരാ? എന്റെ അച്ഛനാണ് മാഡം. പേഷ്യന്റിന് ഒരുപാട് അസുഖങ്ങളുണ്ട്. പെരിയോപ്പ് MI ആവാം, പോസ്റ്റ് ഓഫ് വെന്റി ആവാം, ICUലേക്ക് പോവാം, ഇങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. മനസ്സിലായില്ല സാറ്. പേഷ്യന്റ് ഓൺ ടേബിൾ ഡെത്ത് ആവും. ഡെത്ത് എന്ന് പറയുമ്പോ പേഷ്യന്റ് മരിച്ചു പോവും. എന്റെ അച്ഛൻ മരിച്ചു പോകുന്നോ? വേണ്ട, ചെയ്യണ്ട, ഈ ഓപ്പറേഷൻ വേണ്ട. അപ്പൊ പിന്നെ വേണ്ട, ഒപ്പിടും. ഒപ്പിടാതെ ഒപ്പിട്ട് തരാം. ഇനി എത്ര ഉണ്ട്? മേഡം ക്ലോസ് ആകാറ് 1 അരമണിക്കൂറിൽ. അപ്പൊ പിന്നെ റിലാക്സിങ് കൊടുക്കും. പിന്നെ മമ്മാലിയിലെ ബീഫും പൊറോട്ട. 2 hours later. സ്കിൻ ആകാറായി 10 മിനിറ്റ് മതി. ഇതുവരെ കേസ് കഴിഞ്ഞു. ഇനിയിപ്പം 5 മണിയായി. നമുക്ക് മമ്മാലിയിൽ തന്നെ വേറെ എന്തെങ്കിലും ഓർഡർ കഴിക്കാം. അത് ശരി, നോക്കട്ടെ, ഇത് കഴിഞ്ഞാലായി. 4 hours later. തീരാറായോ? കഴിഞ്ഞു മേഡം, 5 മിനിറ്റ്. ഓക്കെ. അയ്യോ ചേട്ടാ, 11 മണിയായി. ഇപ്പൊ ശുദ്ധി അതിന് ഉണ്ടാവും. ഞാൻ പോട്ടില്ല. 3 മണിയായോ സാർ? കേസ് എപ്പോഴാ തീരും? 3 മിനിറ്റുള്ളിൽ തീരും. 3 മിനിറ്റോ? അയ്യോ. പിന്നെന്താ, നമുക്ക് പഠിക്കണോ? നീ ഇപ്പുറത്തോ ഇത് പോകാൻ. അയ്യോ, ഈ അവസരത്തിൽ ഞാൻ സൂചന ചെയ്യുന്നുണ്ട്. രാവിലെ 6 മണിയാവും തോന്നുന്നു. ബ്രഷ് ചെയ്യണം. അങ്ങനെ MNG വന്നു, ലാബ് കോളി വന്നു, LSCSും ആർത്രോസ്കോപ്പിയും വന്നു. ദിനചര്യങ്ങൾ തുടർന്നു. നട്ടപ്പാതിരയുടെ ഇരുട്ടിൽ പച്ച വെളിച്ചവുമായി ഇൻഫ്യൂഷൻ പമ്പുകൾ നീങ്ങുന്നത് തുടർക്കഥയായിക്കൊണ്ടിരുന്നു. അങ്ങനെ കഥകൾ തുടർന്നുകൊണ്ടേയിരുന്നു.